പൂക്കോട് വെറ്ററിനറി സർവകലാശാലയ്ക്ക് പുതിയ വി.സി. ഡോക്ടർ അനിൽ കെ.എസ്. ആണ് പുതിയ വി.സിയായി നിയമിക്കപ്പെട്ടത്. നിലവിൽ മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ പ്രൊഫസറാണ്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഡോക്ടർ അനിൽ കെ.എസ്. ആണ് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ പുതിയ വി.സി. എന്നുള്ള ഉത്തരവ് ഇറങ്ങിയോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, പൂക്കോട് വെറ്ററിനറി സർവകലാശാല PC ശശീന്ദ്രൻ രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ നിയമനം. വെറ്ററിനറി സർവകലാശാലയ്ക്ക് ഡോക്ടർ അനിൽ കെ.എസ്. ആണ് പുതിയ വി.സി. മണ്ണൂത്തി വെറ്ററിനറി കോളേജിലെ പ്രൊഫസറാണ് ഇദ്ദേഹം. അതോടൊപ്പം തന്നെ വിവാദങ്ങളൊക്കെ കത്തുനിൽക്കുന്ന സമയത്തായിരുന്നു PC ശശീന്ദ്രനെ ഇത്തരത്തിൽ പൂക്കോട് വെറ്ററിനറി സർവകലാശാല വി.സി. ആയി നിയമിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് ഈ സസ്പെൻഷനായ വിദ്യാർത്ഥികളെയൊക്കെ തിരിച്ചെടുക്കുന്ന നടപടിയൊക്കെ ഉണ്ടായ ആ ഒരു സാഹചര്യത്തിലായിരുന്നു PC ശശീന്ദ്രൻ രാജിവെച്ചിരുന്നതൊക്കെ. ഈ ഒരു ഒഴിവിലേക്കാണ് ഇപ്പോൾ പുതിയ വി.സിയെ നിയമിച്ചിരിക്കുന്നത്. അനിൽ കെ.എസ്. ആണ് പുതിയ വി.സി. ഇതുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ പ്രൊഫസർ കൂടിയാണ് അനിൽ വി.സി. അതോടൊപ്പം തന്നെ ഓപ്പൺ സർവകലാശാല മുബാറക് പാഷ രാജിവെച്ച ഉത്തരവ് ഇന്നലെ രാജ്ഭവൻ അംഗീകരിച്ചു. ഓപ്പൺ സർവകലാശാലയ്ക്കും പുതിയ വി.സിയെ നിയമിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. കുസാറ്റിലെ സീനിയർ പ്രൊഫസർ കൂടിയായ ജഗതി രാജാണ് ഓപ്പൺ സർവകലാശാലയിലെ പുതിയ വി.സി. ഈ രണ്ട് വി.സിമാരെ നിയമിച്ചുകൊണ്ടുള്ള രാജ്ഭവന്റെ വിജ്ഞാപനമാണ് അല്പസമയം മുമ്പ് പുറത്തിറങ്ങി. എന്തായാലും പൂക്കോട് വെറ്ററിനറി സർവകലാശാലയോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമായിട്ട് ഏറെ വിവാദത്തിലിരുന്ന ഓപ്പൺ സർവകലാശാലയ്ക്കും പുതിയ വി.സികളെ നിയമിച്ചുകൊണ്ടാണ് രാജ്ഭവൻ വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. ലക്ഷ്മി.